പമ്പയിൽ 2025 സെപ്റ്റംബറിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി LDF സർക്കാരിനെ കുരുക്കിയിരിക്കുന്ന കയർ. ദേവസ്വം ബോർഡാണ് സംഗമം നടത്തുന്നത് എന്നായിരുന്നു തുടക്കം മുതൽ സർക്കാരും മുഖ്യമന്ത്രിയും എടുത്ത നിലപാട്. എന്നാൽ മുഖ്യമന്ത്രി കള്ളം പറയുകയായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാർ തന്നെയായിരുന്നു. സർക്കാർ പരിപാടിയായി മുഖ്യമന്ത്രി രക്ഷാധികാരിയായാണ് പരിപാടി നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും സംഘാടക സമിതിയിലെ വെറും പേരുകാരൻ മാത്രമായിരുന്നു. സംഘാടക സമിതി നിശ്ചയിച്ച് തയ്യാറാക്കിയ കത്തിൽ പോലും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടി എന്നാണ്. അപ്പോൾ പിന്നെ തുടക്കം മുതൽ ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തിനായിരുന്നു? സംഗമം നടത്തിപ്പിൽ അടിമുടി കള്ളക്കളികളും കള്ളക്കണക്കുകളുമാണ് എന്ന് തെളിവ് സഹിതം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. ഇതിന്റെ ക്ഷീണം മാറും മുൻപാണ് സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തവും തെളിവ് സഹിതം പുറത്തുവരുന്നത്. സംഘാടക സമിതി രൂപീകരണം മുതൽ കാര്യപരിപാടി തീരുമാനിച്ചതുവരെ ദേവസ്വം ബോർഡായിരുന്നില്ല. റവന്യൂ ദേവസ്വം വകുപ്പുകളാണ് കാര്യപരിപാടി തീരുമാനിച്ചതുപോലും. നടത്തിപ്പ് ചുമതല ഊരാളുങ്കലിന്റെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനത്തിന് നൽകാനും തുടക്കത്തിൽ തന്നെ നിശ്ചയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച യോഗ തീരുമാനത്തിന്റെ മിനിറ്റ്സും പുറത്തു വന്നിട്ടുണ്ട്. സംഘാടക സമിതി നിശ്ചയിച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ സാംസ്കാരിക സമ്പന്നതയും ആത്മീയ ഐക്യവും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായി ഗ്ലോബൽ അയ്യപ്പ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനർത്ഥം സംസ്ഥാന സർക്കാർ തന്നെയാണ് പരിപാടിയുടെ സംഘാടകർ എന്നാണ്. പരിപാടിയുടെ മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിവാദത്തിലും സ്വർണ്ണക്കൊള്ള വിവാദത്തിലും സർക്കാരിനും LDFനും ഉണ്ടായ ക്ഷീണം മറികടക്കാൻ സർക്കാർ നടത്തിയ PR വർക്കായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നത് നേരത്തെ തന്നെ ഉയർന്ന ആക്ഷേപമാണ്. ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന രേഖ. സർക്കാരിന്റെ PR വർക്കിനായി പൊതുപണം ഉപയോഗിച്ചു എന്ന ആരോപണം ഉയരാതിരിക്കാനാകണം സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് എന്ന് തുടക്കം മുതൽ സർക്കാരും മുഖ്യമന്ത്രിയും പ്രചരിപ്പിച്ചത്. ചെറിയ തോതിൽ ദേവസ്വം ബോർഡ് നടത്താൻ ആലോചിച്ചതായിരുന്നു ഈ സംഗമം. അതാണ് സർക്കാർ ഏറ്റെടുത്ത് വലിയ പണച്ചിലവുള്ള ഒരു പരിപാടിയായി മാറ്റിയത്. വലിയ സാമ്പത്തിക ബാധ്യത ഇതിന്റെ ഭാഗമായി ഉണ്ടാകുകയും ചെയ്തു. ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായ സംഘാടക സമിതിയിൽ സ്പീക്കറും മന്ത്രിമാരും MLAമാരും സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഭാരവാഹികളും അംഗങ്ങളുമായി ഉണ്ടായിരുന്നത്. 18 അംഗ ജനറൽ കമ്മിറ്റിയും ഉണ്ടായിരുന്നു. ഈ ജനറൽ കമ്മിറ്റിയിലെ 14 മുതൽ 18 വരെയുള്ള പേരുകാർ മാത്രമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അംഗങ്ങളായിരുന്ന A അജികുമാറും PD സന്തോഷ് കുമാറും സെക്രട്ടറി S ബിന്ദുവും കമ്മീഷണർ B സുനിൽകുമാറുമൊക്കെ. ഫലത്തിൽ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി സർക്കാർ നടത്തിയ PR നാടകമായിരുന്നു ഇത്. അതേസമയം തന്നെ ശബരിമലയിലെ സ്വർണം കവർന്ന കേസിൽ അന്വേഷണം വിപുലമായി തന്നെ മുന്നോട്ടു പോകുകയാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. മാർച്ച് 31 മുൻപായി കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലെ സാമ്പിൾ പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് അന്തിമ റിപ്പോർട്ട് നൽകാനാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ സൗജന്യമായി വേഗത്തിൽ ചെയ്തു നൽകാമെന്ന് ജംഷഡ്പൂർ ലാബ് അധികൃതർ SITക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് പുതിയ സാമ്പിളുകൾ ശേഖരിച്ച് അയക്കുകയും ചെയ്തിരുന്നു. എക്സ്റേ, ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി, പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി, ഒപ്റ്റിക്കൽ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നീ ശാസ്ത്രീയ പരിശോധനകളാണ് നടത്തേണ്ടത്. ഇതിനായി ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാടുകൾ, ശ്രീകോവിൽ വശങ്ങളിലെ തൂണുകൾ എന്നിവയിൽ നിന്ന് 36 ലോഹ സാമ്പിളുകളാണ് ശേഖരിച്ചിട്ടുള്ളത്. ഈ പരിശോധനാ ഫലങ്ങൾ വിചാരണയിലടക്കം നിർണായക തെളിവുകളാകുമെന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ VSCയിലും ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. അതിനു പുറമെയാണ് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ദേശീയ ലാബിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയെ പരിശോധനയ്ക്കായി സമീപിച്ചതും. ഈ പരിശോധനാ ഫലം കൂടി വരുന്നതോടെ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അന്വേഷണം തുടങ്ങി ഇത്രയും നാളുകളായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ഏറെ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന് അന്വേഷണ സംഘം തന്നെ ഒത്തുകളിക്കുകയാണ് എന്ന ആക്ഷേപം വരെ ഉയർന്നു. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിന് കോടതി പോലും അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിക്കുകയുമുണ്ടായി. ഇതിൽ പല വിമർശനങ്ങളും സത്യവും കാര്യഗൗരവം ഉള്ളതുമാണ്. ഉദാഹരണത്തിന്, ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണം എത്രയാണ് എന്നോ
അത് എവിടെയാണ് എന്ന് കണ്ടെത്താനോ SITക്ക് സാധിച്ചിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ്. അന്വേഷണം ആരംഭിച്ചിട്ട് 4 മാസം പിന്നിട്ടിട്ടും ഇത് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. വമ്പൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന നിലയിൽ കാടിളക്കി അന്വേഷണം ആരംഭിച്ച SIT പക്ഷേ കേസിൽ പല പ്രമുഖരുടെയും പങ്കാളിത്തം കണ്ടെത്താനുള്ള ശ്രമം പോലും നടത്തിയില്ല എന്നതും വീഴ്ചയായി വിമർശിക്കപ്പെടുകയാണ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം സ്വാഭാവിക ജാമ്യം നേടി പുറത്തുവന്നു. തന്ത്രിയടക്കം പല പ്രമുഖരുടെയും പങ്ക് തെളിയിക്കാൻ SITക്ക് സാധിച്ചിട്ടുമില്ല. പങ്ക് തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ജാമ്യം നൽകുന്നത് എന്ന് തന്ത്രി കണ്ഠര് രാജീവർക്ക് ജാമ്യം നൽകിയ ജാമ്യ ഉത്തരവിലും പറയുന്നുണ്ട്. കുറ്റപത്രത്തിൽ തന്ത്രിയെ ഉൾപ്പെടുത്തിയാൽ പോലും തന്ത്രി കുറ്റവിമുക്തനാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. കാരണം തന്ത്രിക്ക് കവർച്ചയിലുള്ള പങ്ക് കണ്ടെത്താൻ ഇപ്പോഴും SITക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെ. ഇതോടെ അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് എന്ന SITയുടെ അവകാശവാദങ്ങൾ കോടതി തള്ളുകയാണ്. പോറ്റിയും തന്ത്രിയുമൊക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വന്നതോടെ ശേഷിക്കുന്ന പ്രതികളുടെ കാര്യത്തിലും ഇതുതന്നെയാകും സ്ഥിതി. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്തതിനാൽ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരികയാണ്. ഇതുവരെ പുറത്തിറങ്ങിയ 6 പ്രതികളിൽ 4 പേർക്കും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത്. CPM നേതാവായ പത്മകുമാർ ഇനി ജാമ്യം കിട്ടാനുള്ള പ്രതികളിൽ ഒരാൾ. CPI പ്രതിനിധിയായിരുന്ന KP ശങ്കരദാസും ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി ജാമ്യത്തിന് സമീപിച്ചിട്ടുമുണ്ട്. ഇവർ ജാമ്യം നേടി പുറത്തുവരുന്ന സ്ഥിതി ഉണ്ടായാൽ അത് CPMന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം ഉപയോഗിക്കാനാകും. പ്രത്യേകിച്ച് പത്മകുമാറും വാസുവും അടക്കമുള്ളവരുടെ അറസ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് തിരിച്ചടിയായ സാഹചര്യത്തിൽ. അങ്ങനെയെങ്കിൽ CPM നേതാക്കളെ രക്ഷിക്കാൻ ഒത്തുകളിക്കുകയാണ് SIT എന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കലാകും അത്. ഇതും SITക്ക് തിരിച്ചടിയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തത് മാത്രമല്ല, പ്രതികളുടെ പ്രോസിക്യൂഷൻ അനുമതിക്കായി ഉചിത നടപടി സ്വീകരിക്കുന്നതിലും അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന സാഹചര്യത്തിൽ കേസന്വേഷണത്തിൽ ഇനി കാര്യമായ പുരോഗതി ഉണ്ടാകില്ല എന്ന ആക്ഷേപവും ഇപ്പോൾ ശക്തമാണ്.